ഹായ് ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ ഞങ്ങൾക്കൊരു സൽക്കാരം ഉണ്ടായിരുന്നു കേട്ടോ. വേറെ എവിടെയല്ല, അച്ഛൻ്റെ ചെറിയ അമ്മായിൻ്റെ വീട്ടിലാണ് കേട്ടോ. ഓരോ വീട് വരുന്നത് അരീക്കോട് ഒതായിക്ക് അടുത്താണ് കേട്ടോ. പാലോത്ത് എന്നാണ് അങ്ങോട്ട് പറയുക. ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ മാത്രമല്ല കേട്ടോ, അച്ഛൻ്റെ കസിൻസൊക്കെ ഉണ്ട്. ഓരവിടെ എത്തിയിട്ടുണ്ടാവും. ഇപ്പം ഏകദേശം അവിടെ എത്താനായിട്ടുണ്ട്. ഓരോ വീടിൻ്റെ അടുത്ത് എത്താനായിട്ടുണ്ട്. ഞങ്ങൾ ആദ്യം തറവാട്ടിക്കാണ് പോയത്. ഞങ്ങൾ വന്നപ്പോൾ അവിടെ എല്ലാവരും ഉണ്ട്. ഇവിടുത്തെ അമ്മമ്മയ്ക്ക് 4 ആൺമക്കളാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ കുറച്ച് അങ്ങോട്ട് പോയാൽ, തറവാട്ടിൻ്റെ കുറച്ച് അങ്ങോട്ട് പോയാലാണ് വേറെ ആൺമക്കളുടെ വീടുള്ളത്. അപ്പോൾ അങ്ങോട്ട് പോവുകയാണ് ഞങ്ങൾ. ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും അവിടേക്ക് റോഡൊന്നും ഇല്ലയെന്ന്. പക്ഷേ ഞങ്ങൾ ഷോർട്ട് കട്ട് എടുത്ത് പോകുന്നതാണ് കേട്ടോ. അവിടേക്ക് റോഡൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ഓരോ വീടിൻ്റെ അടുത്ത് എത്തിയിട്ടോ. ഞങ്ങൾ എത്തുന്നതിൻ്റെ മുന്നേ തന്നെ വേറെ ഉള്ളവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു കൂടിച്ചേരൽ ആദ്യമായിട്ടാണ് കേട്ടോ. സാധാരണ ഒരു കല്യാണത്തിനൊക്കെയാണ് ഞങ്ങൾ കാണല്, ഫംഗ്ഷനൊക്കെയാണ് ഞങ്ങൾ കാണല്. പക്ഷേ ഞങ്ങൾ മാത്രമായിട്ട് ഇങ്ങനെ കൂടിച്ചേരുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ. അച്ഛൻ്റെ കസിൻസ് എല്ലാവരും ഉണ്ട് കേട്ടോ. കസിൻസ് മാത്രമല്ല, ഓരോ ഭാര്യമാരും മക്കളും പേരമക്കളൊക്കെ ഉണ്ടായി. എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഉണ്ടാകുമ്പോൾ പലരും പല ടൈമിലാവല്ലേ വരിക. അതുകൊണ്ട് തന്നെ എല്ലാവരും ഒരുമിച്ചൊന്നും കാണൂലല്ലോ. ഇങ്ങനെ ഒരു ഒത്തുചേരലാകുമ്പോൾ തന്നെ കുട്ടികളെല്ലാവർക്കും മനസ്സിലാവുമല്ലോ, പരിചയപ്പെടാനൊക്കെ കഴിയുമല്ലോ. അങ്ങനെ ഞങ്ങൾ എല്ലാവരോടും വിശേഷങ്ങളൊക്കെ ചോദിച്ചതിന് ശേഷം പിന്നെ ഫുഡ് കഴിക്കുന്ന തിരക്കിലായിട്ടോ. അങ്ങനെ എല്ലാവരും ഫുഡ് കഴിക്കാൻ ബിരിയാണിയും മന്തിയും ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ വല്യച്ഛനും പാപ്പനൊക്കെ ഗൾഫിലായതുകൊണ്ട് തന്നെ അവർക്ക് ഈ ഫംഗ്ഷനിൽ പങ്കെടുക്കാനൊന്നും പറ്റിയില്ല. അച്ഛനും 3 അമ്മായിമാരാണ് കേട്ടോ ഉള്ളത്. അതിൽ ചെറിയ അമ്മായിൻ്റെ വീട്ടിലാണ് കേട്ടോ ഞങ്ങളെല്ലാവരും കൂടി ഒത്തുചേർന്നത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പിന്നെ ടെറസിൻ്റെ മേലെ ഇവിടുത്തെ പാപ്പന് കൃഷിയൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അതൊക്കെ കാണാൻ വേണ്ടി പോവുകയാണ്. കഴിഞ്ഞ തവണ ഞങ്ങൾ വന്നപ്പോൾ അവിടെ വെണ്ടയും വഴുതനയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് പുതിയ തൈ വെച്ചിട്ടേ ഉള്ളൂ. കഴിഞ്ഞ തവണത്തെ തൈയൊക്കെ മാറ്റി പുതിയ തൈ വെച്ചതാണ്. അപ്പം ഇനി ഇതൊക്കെ ഉണ്ടായി വന്നിട്ട് വേണം. അങ്ങനെ ഞങ്ങളെല്ലാവരും ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം പാപ്പന്മാർ ഐസ്ക്രീമൊക്കെ കൊണ്ടുവരികയാണ്. പുറത്തുനിന്ന് പിന്നെ ആരുമില്ല കേട്ടോ. അച്ഛൻ്റെ കസിൻസും ഞങ്ങൾ മാത്രമേ ഉള്ളൂ. എന്തായാലും പരിപാടി കൊള്ളായിരുന്നു കേട്ടോ. ഞാനറിയാത്ത കുറേ ആൾക്കാർ ഞാൻ ഇതിൽ പരിചയപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾക്ക് പാട്ട് കേൾക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. എല്ലാവരും പിന്നെ ഭയങ്കര ഗായകന്മാരായതുകൊണ്ട് തന്നെ ഓരോരുത്തരും ഇങ്ങനെ ഉന്തി വിടുകയാണ്. അച്ഛന് പാടാൻ പിന്നെ ചെറിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അച്ഛൻ പാടിയില്ല, അത് വേറെ കാര്യം. അങ്ങനെ ലാസ്റ്റ് ഞാൻ പാടാന്ന് പറഞ്ഞ ചങ്കൂറ്റത്തിൽ ലാസ്റ്റ് ബാബു വല്യച്ഛൻ തന്നെ കേട്ടോ പാടുന്നത്. പാടിയപ്പോൾ പിന്നെ താളി ശ്രുതിയൊക്കെ പല വഴിക്ക് പോയതുകൊണ്ട് തന്നെ ഇവിടെ നിൽക്കുന്നവരെല്ലാവരും ചിരിച്ച് കുഴങ്ങിന് കേട്ടോ. ആ പാട്ട് ഞങ്ങൾക്ക് വെക്കണം എന്നൊക്കെ ഉണ്ട്. പക്ഷേ കരമൊക്കെ ഇട്ടതുകൊണ്ട് തന്നെ കോപ്പിറൈറ്റ് വരുമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ ആ പാട്ട് വെക്കാത്തത്. നിങ്ങളെല്ലാവരും ചിരിച്ചോ, എനിക്കതൊന്നും പുത്തരിയല്ല എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ പാട്ട് പാടുന്നത്. അങ്ങനെ 3-4 പാട്ടൊക്കെ പാടിയതിന് ശേഷം പിന്നെ മോഹൻലാൽ വല്യച്ഛൻ്റെ പാട്ടായിട്ടോ. അങ്ങനെ പാട്ടൊക്കെ പാടി കഴിഞ്ഞതിന് ശേഷം പിന്നെ കത്തുപാട്ടിനുള്ള ഒരുക്കങ്ങളായിട്ടോ. ഇവിടെ എല്ലാവരും ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്യുന്ന തിരക്കിലാണ്. ഉദ്ദേശിച്ച കത്തുപാട്ടാണെങ്കിലും നടന്ന് മറ്റൊന്നാണ് കേട്ടോ. ഇവരാണ് കേട്ടോ ഇവിടുത്തെ ചെറിയ പാപ്പ. വിളിക്കുന്ന പേരും ചെറിയെന്നാണ് കേട്ടോ. ഈ ഫ്രൂട്ട്സൊക്കെ ഇവിടെ കട്ട് ചെയ്യുന്നത് ഇവിടുത്തെ മേമ്മമാരാണ് കേട്ടോ. പിന്നെ ശ്രീകുട്ടി ചേച്ചി ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് എന്നെ വീഡിയോ എടുക്കല്ലേ അറിഞ്ഞ് തിരിഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ. പ്രതീക്ഷിക്കാത്ത കൂടിച്ചേരലാണെങ്കിൽ ഞങ്ങളെല്ലാവരും എൻജോയ് ചെയ്തിട്ടോ. ഈ മേമ പിന്നെ ഞങ്ങൾക്കുള്ള സുലൈമാനിയൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പാട്ടൊക്കെ പാടൽ കഴിഞ്ഞതിന് ശേഷം പിന്നെ സമയം 4 മണി ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും പോകാനുള്ള തിരക്കായി. അങ്ങനെ ഒരു ഉദ്ദേശിച്ച കത്തുപാട്ട് മാറിയിട്ട് ഇത് വെറും ഫ്രൂട്ട്സ് കഴിക്കലായി. കുഞ്ഞു പാപ്പ കത്തുപാട്ടാണ് വിചാരിച്ച ഇലയൊക്കെ മുറിച്ച് വന്നതാണ് കേട്ടോ. പക്ഷേ എല്ലാം ചീറ്റിപ്പോയി. അങ്ങനെ അവസാനം ടേബിൾ മില്ലൊക്കെ കൊണ്ടുപോയി ഫ്രൂട്ട്സൊക്കെ നിരത്തലായിട്ടോ. അങ്ങനെ എല്ലാവരും പിന്നെ ഫ്രൂട്ട്സ് കഴിക്കുന്ന തിരക്കിലായിട്ടോ. കത്തുപാട്ട് നടക്കാത്തതുകൊണ്ട് തന്നെ പിന്നെ എല്ലാവരും ഇങ്ങനെ ഫ്രൂട്ട്സ് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഇതിൽ പിന്നെ കഴിച്ചവരും കഴിപ്പിച്ചവരും ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് എല്ലാവരും പോകാനുള്ള ഒരുക്കത്തിലായിട്ടോ. അപ്പോഴാണ് അവർ പറഞ്ഞത് നമുക്ക് എല്ലാവർക്കും കൂടി ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞത്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. കൂടാതെ ഒന്ന് ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.